ഹായ് ഫ്രണ്ട്സ്, പുതിയ E20 പെട്രോൾ വന്നതിന് ശേഷം നിങ്ങളുടെ ബൈക്കിലോ കാറിലോ മൈലേജ് കുറയുകയോ അല്ലെങ്കിൽ പഴയതുപോലുള്ള എഞ്ചിൻ പെർഫോമൻസ് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള ഒരു ബെറ്റർ സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ, പ്രോലൂബിന്റെ ഫ്യൂൽ സിസ്റ്റം ക്ലീനർ. നമ്മൾ വാഹനത്തിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരു അഡിറ്റീവാണിത്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂൽ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുവാനും ഡെപ്പോസിറ്റുകൾ കുറയ്ക്കുവാനും ഒരു പരിധിവരെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപകാരപ്രദമാണ്. E20 പെട്രോളിനെ കുറിച്ച് ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ കാണും. 20% എത്തനോൾ കണ്ടന്റ് ഉള്ളതാണ് പുതിയ E20 പെട്രോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങളുടെ ഫ്യൂൽ ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആകുവാനും എഞ്ചിന് ചെറിയ രീതിക്കുള്ള ഡാമേജുകൾ വരാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എടുത്ത പുതിയ വാഹനത്തിൽ എനിക്ക് നല്ല രീതിക്ക് സ്റ്റോളിംഗ് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കമ്പനിയിൽ ഡയറക്റ്റ് പോയി ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോലൂബ്. ഏകദേശം 98 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസും ആ ഒരു സ്റ്റോളിംഗ് ഇഷ്യൂമൊക്കെ വലിയ മാറ്റം വന്നതായിട്ട് തോന്നി. നല്ല രീതിക്കുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസും സ്റ്റോളിംഗ് ഇഷ്യൂ ഒരു പരിധിവരെ ഒഴിവാക്കാനും ഒക്കെ എനിക്ക് ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ബൈക്കിലാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം ടാങ്കിൽ ഒരു 10 ലിറ്റർ പെട്രോളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം. അതിനോടൊപ്പം ഈ 40 ml പ്രോലൂബ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ടാങ്കിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് മൈലേജിൽ കാര്യമായ വർധനവൊന്നും ആരും പ്രതീക്ഷിക്കരുത്. എന്നാൽ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നതാണ്. ഓരോ 1000 അല്ലെങ്കിൽ 1500 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾക്ക് ഈ ഒരു 40 ml പ്രോലൂബ് അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അമിതമായി കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റും പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അമിതമായ ഉപയോഗം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തരില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വാഹനത്തിന്റെ ആരോഗ്യത്തെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്യും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ഡേർട്ടി ആയിട്ടുള്ള വാഹനങ്ങളിൽ ഒരു മെയിൻ്റനൻസിനായി നമുക്കിത് ഉപയോഗിക്കാം. എന്നാൽ ഇത് ഉപയോഗിച്ച ഉടനെ തന്നെ മൈലേജ് കാര്യമായി വർദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ എഞ്ചിൻ പെർഫോമൻസ് ഡബിൾ ആകുമെന്നോ കരുതി ആരും ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെയുള്ള ഫ്യൂൽ സിസ്റ്റം ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളും ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസിനുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.